അതോടൊപ്പം ഇന്ന് വളരെ സ്നേഹത്തോടെ കൂടെ ചേർന്നിരിക്കുന്നത് ഒന്ന് പറഞ്ഞ പോലെ സുനിയാണ്. സുനി നമ്മുടെ ക്ലാസ്സിലെടുത്ത് ജെനിയുടെ ഭാര്യയാണ്. സുനി മാത്രമല്ല ഉള്ളത്, സുനിയുടെ ഉള്ളിൽ ഏഴാമത്തെ ആളും കൂടെ ഉണ്ട്. അപ്പം രണ്ടുപേരും കൂടിയാണ് പാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്, സുനിയും ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞും. അതുകൊണ്ട് ജിൻസി ആലുവയിലാണ് താമസിക്കുന്നത്. ജിൻസി കഴിഞ്ഞ 10-30 വർഷമായിട്ട് പ്രത്യേകമായ ദൈവസ്നേഹത്തിന്റെ പരിപാലനയിൽ വീൽ ചെയറിൽ തന്നെ ജീവിക്കുകയും ആ ജീവിതത്തെ മനോഹരമായി കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളാണ്. നമ്മൾ ഈ ദിവസം ഈ സമയം മുഴുവൻ കേട്ടത് നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയാൻ നാം എന്ത് ചെയ്യണം, ആത്മാവ് നമ്മളിൽ സജീവമാകുന്നതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഒന്നും അല്ലാതിരുന്ന ശിഷ്യന്മാര്, ഈ അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ അവരാളാകെ നിറവാകെ മാറിപ്പോയി എന്ന് പറയില്ല, എന്ന് പറഞ്ഞ പോലെ മാറിപ്പോയി. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് അപ്പസ്തലന്മാരെ മാത്രമല്ല, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ് എന്ന് വിശുദ്ധ വചനവും സഭയുടെ പഠനങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ പ്രിയപ്പെട്ട രണ്ടുപേരുടെ ചിന്തകൾ അവരുടെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് നമ്മൾ ഇതൊന്ന് കാണാനായിട്ട് പരിശ്രമിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ജിൻസിയോയിലേക്കാണ്. ഞാൻ ആദ്യത്തെ ചോദ്യമായിട്ട് പോകുന്നത്. ജിൻസിയെ പരിചയപ്പെടുത്തുകയും ജസ്റ്റ് ഏതാനും വാക്കുകളൊന്ന് പരിചയപ്പെടുത്തിയാൽ അത് സന്തോഷകരമാണ്. ഒന്ന് പരിചയപ്പെടുത്താവോ? പറഞ്ഞതുപോലെ എന്റെ പേര് ജിൻസി. ഞാൻ ആലുവയിൽ താമസിക്കുന്നു. ഞാൻ 10-30 വർഷത്തിലേറെയായിട്ട് വീൽ ചെയറിലാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു വൈറൽ ഫീവർ വന്നതാ. അപ്പൊ ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ് തളർന്നു പോയിരുന്നു. ഇപ്പോൾ എനിക്ക് വീൽ ചെയറിൽ യാത്ര ചെയ്യാം. പിന്നെ എനിക്ക് എന്റെ 6 സഹോദരങ്ങളുണ്ട്. അതിൽ ഒരാളിപ്പോ മരിച്ചുപോയി. ഇത്രയൊക്കെയാണ് എന്നെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഓക്കെ, താങ്ക് യു ജിൻസി ചേച്ചി. സുനി ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് സുനി, ചേട്ടന്റെ പേര് ജെനി. ഞങ്ങൾക്ക് 7 മക്കൾ. 7ാമത്തെ ആളെ ഇപ്പൊ 2 മാസം എന്തായിരിക്കും. ഓക്കെ, അപ്പം പരിശുദ്ധാത്മാവിൽ ആദ്യം നിറഞ്ഞത് പരിശുദ്ധ അമ്മയാണെന്നാ പറയുന്നത്. വാസ്തവത്തിൽ നിന്ന് നമ്മുടെ കൂടെ 2 അല്ലേ അമ്മത്വമുള്ള ആളുകളാണ് നമുക്കുള്ളത്. ഒന്ന് 7 കുഞ്ഞിന്റെ അമ്മയാണ്, മറ്റൊരാള് ഈ ഒരു ജീവിതത്തിൽ ഈ സഹനങ്ങൾ പ്രയാസങ്ങളൊക്കെ ആ ഒരു അമ്മ മനോഭാവത്തോടെ എടുത്ത ആളാണ്. എനിക്ക് ജിൻസിയോട് ആദ്യത്തെ ചോദ്യം, ജിൻസിയിലേക്ക് വരാം. ഈ ജിൻസിയുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ആദ്യ ഒരു അനുഭവം എങ്ങനെ അനുഭവപ്പെട്ടത്? മാമോദിസ സ്വീകരിച്ച നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, സ്ഥൈര്യലേപനത്തിലൂടെ അത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കപ്പെട്ടു. ഓരോ കുദാശകളിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായ ധാരാളം ആളുകൾ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പം ചില സമയങ്ങളിൽ അവർ പറയും, എനിക്കിങ്ങനെ ഒരു വലിയ അനുഭവം ഉണ്ടായി, ആത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ജിൻസിയുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം എന്നാ ഉണ്ടായത്? എന്താണ് ആ ഒരു അനുഭവം? ഞാൻ വീൽ ചെയറിലാന്ന് പറഞ്ഞല്ലോ. ഞാൻ വീൽ ചെയറിലായിരിക്കുമ്പോ സുഖമില്ലാതെ 1 വർഷത്തിനുള്ളില് എന്റെ അമ്മ ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. പിന്നെ ഞങ്ങളുടെ മറ്റു സഹോദരങ്ങള് എല്ലാവരും പഠിക്കാനായിട്ടും ജോലിക്കായിട്ടെല്ലാം മാറി. അങ്ങനെ ഞാൻ വീട്ടിൽ തനിച്ചായിരിക്കുന്ന ഈ സിറ്റുവേഷനില് ഞാൻ വളരെ ഒരു ഏകാന്തത അനുഭവിച്ചു. ഇനി എന്ത് ചെയ്യും എന്നൊരവസ്ഥയിലാണ് ഞാൻ ആദ്യമായിട്ട് ഡിവൈനിൽ ധ്യാനം കൂടാൻ പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എനിക്ക് സാധിച്ചത്. അതുവരെ ഞാൻ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ 3ാമത്തെ ആളാണ് എന്നുള്ളൊരു അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഈ ധ്യാനത്തിലൂടെയാണ് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആദ്യമൊക്കെ ഒരു അത്ഭുത സൗഖ്യത്തിനായിട്ടാണ് ഞാൻ പോയത്. വളരെ പ്രതീക്ഷയോടെ പോയത്. പക്ഷെ എനിക്ക് ഈ പോയിട്ട് വരുമ്പോൾ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ പോലെ തന്നെയാ തിരിച്ചു വന്നത്. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, ഞാൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് എനിക്കൊരു ശക്തി കിട്ടി. ഈ ഒരു അവസ്ഥയെ എനിക്ക് ഫേസ് ചെയ്യാനായിട്ടൊരു ശക്തി, ഒരു പ്രത്യാശ പിന്നീടുള്ള ജീവിതത്തിലെല്ലാം അത് തന്നെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും ജിൻസി, അതൊരു വലിയ ആദിമ സഭയിൽ അപ്പസ്തലന്മാരെ പേടിച്ച് ഓടിപ്പോയത്, ഒരു സ്ത്രീയുടെ അടുത്തുനിന്ന് ഓടിപ്പോയെന്നാണ് നമ്മൾ പറയുന്നത്, യേശുവെ കുറിച്ച് സാക്ഷ്യം നൽകുന്നതിൽ പേടിച്ചിട്ട്. ഈ ആത്മാവ് വന്നപ്പോൾ വലിയ ധൈര്യമുണ്ടായി, ബലമുണ്ടായി, സഹനങ്ങളെയൊക്കെ പുഷ്പം പോലെ സ്വീകരിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു ജെസ്സിയുടെ ജീവിതത്തിലും അങ്ങനത്തെ ഒരു അനുഭവം വളരെ വലിയ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ അനുഭവമാണ്. ഇങ്ങനെ വീൽ ചെയറിലായിരിക്കുക,
അങ്ങനെ ആയിരിക്കുന്ന അതിൽ ചുറ്റുപാട് ആരും ഇല്ലാതിരിക്കുക. ഇന്നലെ ഞാനും ജനീകയുടെ ജെൻസിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരുമില്ല, ഒറ്റയ്ക്കാണ്. പക്ഷെ പരിശുദ്ധാത്മാവായ ഒരു കൂട്ടുകാരൻ, ഒരു സഹായകൻ കൂടെയുണ്ട്. ആ സഹായകനോടൊപ്പം ഈ പ്രതിസന്ധിയിലൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് ആ ജെൻസിയുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാനായിട്ട്, കണ്ണുകളിൽ വായിച്ചെടുക്കാനായിട്ട് പറ്റും. സുനിയിലേക്ക് ഞാൻ വരുമ്പോ, സുനിയുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്നാ ഈ ആത്മാവ് ഇടപെട്ട അങ്ങനെ ഒരു അനുഭവമുള്ളു. ഇപ്പൊ ജിൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹനത്തിന്റെ, പ്രതിസന്ധിയുടെ, നിരാശയുടെ മേഖലയിൽ നിന്ന് പ്രത്യാശയുടെ, സന്തോഷത്തിന്റെ, ഒരു ഉത്സാഹത്തിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു, സഹനത്തെ സ്വീകരിക്കാനായിട്ടും. സുനിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ ഇടപെട്ടിട്ടുള്ളത്? അവരാദ്യ അനുഭവം എന്താ? ഞാനും കുടുംബവും ഒത്ത് ഒരുമിച്ച് ധ്യാനത്തിന് പോകാനായിട്ട് പറ്റി. അതിനു മുമ്പേ ഒരുങ്ങി പ്രാർത്ഥിച്ചിരുന്നു. ഒരുപാട് ജപമാല എത്തിക്കാനും മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ആ ധ്യാനത്തിന് പോയത്. അപ്പൊ അവിടെ ചെന്ന് ആരാധനയുടെ സമയമായി കഴിഞ്ഞപ്പോ 2013 ഞങ്ങൾ ധ്യാനത്തിന് പോണത്. 2 കുട്ടികളായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നത്. അപ്പൊ ആരാധനയുടെ സമയത്ത് മൂത്ത കൊച്ചിനെ കൈ പിടിച്ചേക്കായിരുന്നു. ആ സമയം ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈശോയെ ഒന്ന് സ്പർശിക്കണം, പരിശുദ്ധാത്മാവെന്ന് അറിയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം വലിയൊരു അനുഭവം, പരിശുദ്ധാത്മാവെന്ന് അറിയണ ഒരു വലിയ അനുഭവം ഉണ്ടായി. ആ സമയം ഞാൻ കൊച്ചിനെയും കൊണ്ട് കസേരമേക്ക് ഇരുന്നു. ഒരു 15 മിനിറ്റോളം എനിക്ക് ആ അനുഭവത്തിലൂടെ പോകാൻ പറ്റി. ആ സമയം ഞാൻ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിഞ്ഞു. അത് കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ആന്തരിക മുറിവുകളൊക്കെ സൗഖ്യപ്പെടുന്നതായും പിന്നീട് ക്ഷമിക്കാൻ പറ്റുന്നതായും, വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഒരുപാട് സ്നേഹം ഇങ്ങനെ നിറഞ്ഞ്, നമ്മുടെ മനസ്സൊക്കെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ എനിക്ക് സാധിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും അതൊരു ഈ ആത്മാവ് വരുമ്പോൾ സ്നേഹത്തിന്റെ ആത്മാവാണല്ലോ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്നേഹം കവിഞ്ഞൊഴുകുക എന്നാ പറയുന്നത്. അപ്പം സുനി പറയുമ്പോൾ ആ മുഖത്ത് ആ ആദ്യ അനുഭവം നമുക്ക് പ്രകടമാകുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് പലതവണ ധ്യാനത്തിൽ എനിക്കിങ്ങനെ ആത്മാവിന്റെ ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ധ്യാനിപ്പിക്കുന്ന സമയങ്ങളിൽ ധാരാളം ആളുകളുടെ ജീവിതത്തിൽ ആത്മാവ് ഇടപെടുന്ന കണ്ടിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട 2 സംഭവം എൻ്റെ ജീവിതത്തിലുള്ളത്. ഒന്ന്, ഈ ആളുകൾ ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയാൽ പലരും വീഴുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും തീരുമാനിച്ചു അങ്ങനെ വീഴാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് ശരിയല്ല, ചിലപ്പോൾ അങ്ങനെ ഉന്തിയിടുന്നതാണെന്നൊക്കെയാണ് എനിക്ക് ചിലപ്പോഴുള്ള ധാരണകളൊക്കെ. ഞാൻ ജർമ്മനിയിൽ വേൾഡ് യൂത്ത് ഡേക്ക് പോയ സമയത്ത് അവിടെ ഒരു അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ആൾക്കാർ വീഴുന്നുണ്ട്. അപ്പം എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോയി ഒന്ന് നോക്കാം. ഞാനും പോയി മുട്ടുകുത്തി. ഏതാനും സെക്കൻഡ് അച്ഛൻ പ്രാർത്ഥിച്ചത് അറിയാൻ ഞാൻ താഴെ വീണ് കിടന്നു. അത് ആ ഒരു കിടപ്പ് കുറച്ചു നേരം കിടന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന എന്തോ ഒരു ഭാരം കുറഞ്ഞതുപോലെ ഒരു സൗഖ്യം കിട്ടിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായി. ഇതിന് സമാനമായ ഒരു അനുഭവമാണ് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ ഡാനിയൽ അച്ഛൻ്റെ അടുത്ത് ധ്യാനിക്കാനായിട്ട് പോയി. ജനിയുണ്ട്, ഷിബുണ്ട്, ഞാനും. അപ്പം അന്ന് ഇങ്ങനെ പലരും വീണു. അപ്പം ഞാനും ഏതായാലും വീണൊന്നുമില്ല, നമ്മളിങ്ങനെ സ്വസ്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി തലേ കഴിച്ച് പ്രാർത്ഥിച്ചു, ഞാനും വീണു. അപ്പൊ നമുക്ക് പറയാം, ദൈവത്തിന്റെ ആത്മാവ് ചില ആളുകളിലൂടെ ഇങ്ങനെ ഇടപെടും, നമ്മുടെ ജീവിതത്തെ സുഖപ്പെടുത്തും. ഇതൊക്കെ വളരെ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ആ അനുഭവത്തെ ആർക്കും മായ്ച്ചു കളയാനാവില്ല. ഞാൻ ജിൻസിലേക്ക് വന്ന എൻ്റെ രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ ആത്മാവിൽ ഇങ്ങനെ നിറയാൻ വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും ജിൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രിപ്പറേഷൻ എന്താണ്? ഇപ്പം ചില ആളുകൾ പറയും ഞങ്ങൾ കുറെ പ്രാർത്ഥിച്ചു, ഒന്നും അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ, ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ തോന്നുന്നു. എന്തായിരുന്നു ജിൻസിക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ആത്മാവ് നിറയാനും ആത്മാവിൽ ജ്വലിക്കാനും ഒക്കെ? എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? ഞാൻ ധ്യാനത്തെ സംബന്ധിക്കുമ്പോൾ ആദ്യം മുതൽ വചനം നന്നായി കേട്ട് അത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. പിന്നെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലെല്ലാം കൂടുതൽ എനിക്ക് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റി. അതുവഴി പിന്നെ ഒരു ആത്മശോധന നടത്തി, നല്ലൊരു കുമ്പസാരം നടത്താൻ പറ്റി. പിന്നെ വലിയൊരു ആഗ്രഹത്തോടെ ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആദ്യം ആ ഒരു അനുഭവം വരുന്നത്. പിന്നീട് വരുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് കൂടുതൽ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മയിലൊന്നും സംബന്ധിക്കാൻ പറ്റിയിരുന്നില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥനയിലൂടെയും ബൈബിൾ വായിച്ചും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ പങ്കുവെക്കുമ്പോഴെല്ലാം
പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി എന്റെ മേലെ കൂടുതൽ വന്ന് നിറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് സാഹചര്യങ്ങളെ കൂടുതലായിട്ട് മടുത്തു തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ധ്യാനത്തിന് വീണ്ടും പോകും. വീണ്ടും എന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഞാൻ ജ്വലിപ്പിക്കും. അങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജ്വലിപ്പിക്കൽ നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് പുറത്തല്ലല്ലോ, നമ്മുടെ ഉള്ളിലാണ്. അങ്ങനെ ചാരം മൂടിക്കിടക്കുന്ന ആത്മാവിനെ ജ്വലിപ്പിക്കാൻ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവവചനമായുണ്ട്. വചനം വായിക്കുമ്പോൾ ആത്മാവ് ശക്തിപ്പെടുന്നുണ്ട്. മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പങ്കുവെക്കുമ്പോൾ ഈ ആത്മാവ് ജ്വലിക്കുന്നുണ്ട്. ഇതൊക്കെ ആത്മാവ് ജ്വലിക്കാനായിട്ട് ജിൻസിയുടെ ജീവിതത്തിൽ സഹായമായ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് സുനിയോട് കൂടെ ചോദിക്കാം, ഈ ഒരു ആത്മാവിൽ ജ്വലിക്കാൻ, ശക്തിപ്പെടാൻ സുനി എന്ത് പ്രിപ്പറേഷനാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഇതിൽ കുറെ ആൾക്കാർ ഇങ്ങനെ കുറെ പിള്ളേരും ഒക്കെ ഉള്ളവരും അങ്ങനെ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവരും ഒക്കെ എന്നൊക്കെ പറയുന്ന ആളുകളും ഉണ്ടാകും. സുനി എന്ത് പ്രിപ്പറേഷൻ നടത്തി? ഞാൻ ആ ധ്യാനത്തിൽ വെച്ചാണ് എനിക്ക് ഇങ്ങനെ എഴുതി വെച്ച് കുമ്പസാരിക്കണ കാര്യം ഞാൻ കേൾക്കണത് ആ ധ്യാനത്തിൽ വെച്ചാണ്. അപ്പൊ ഞാൻ ആ ധ്യാനത്തിൽ വെച്ച് ഇതേപോലെ എല്ലാം അന്ന് വരെ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുതി വെച്ച് കുമ്പസാരിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതി വെച്ച് ഞാൻ കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോ ആ കുമ്പസാരത്തിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അനുഭവം എനിക്ക് അന്ന് അനുഭവിക്കാൻ സാധിച്ചു. അത് പിന്നെയുള്ള എല്ലാ കുമ്പസാരങ്ങളിലും ഞാൻ ഇങ്ങനെ എഴുതി വെച്ച് തന്നെയാണ് കുമ്പസാരിക്കാറ്. അപ്പോഴെല്ലാം ഞാൻ ഇതേപോലെ നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിറയണ അനുഭവം എനിക്ക് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുമ്പസാരിച്ച് കഴിയുമ്പോൾ അച്ഛന്മാരോട് പറയുക എനിക്കൊന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവർക്കുടെ പ്രാർത്ഥനയും കൂടി സ്വീകരിച്ചിട്ടാണ് ഞാൻ പോരാറ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സുനി പറഞ്ഞത് ഈ ഒരു ഒരുക്കം, ഒരു നന്നായി കുമ്പസാരി പശ്ചാത്തപിക്കുന്നത്, ദാഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ പറയുമ്പോൾ ആ ഒരു കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ഇടപെടുന്ന ഒരു അനുഭവമുണ്ട്. അതൊരു നമ്മുടെ ഒരു ഒരുക്കമാണ്. അങ്ങനെ വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കുക, കൈവപ്പ് വഴി, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വൈദികർ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ, അഭിഷിക്തരുടെ ഒരു അങ്ങനത്തെ ഒക്കെ ഒരു കൃപാവരങ്ങളിലൂടെ ആത്മാവ് നമ്മളിൽ സജീവമാകുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിച്ചു വന്ന് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്ന ഒരു ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങാൻ നേരത്തെ കരങ്ങൾ ഇങ്ങനെ ശിരസി വെച്ച് ഉറങ്ങുന്ന സമയത്തും ഇങ്ങനെ സ്തുതിച്ച് ആത്മാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. സാവധാനം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു അപ്പോൾ ഒരു ഭർത്താവ്, ഭാര്യ എന്ന നിലയിൽ നമുക്ക് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ഭയം മാറുന്നതും അവർ പഠിക്കാൻ ശക്തിപ്പെടുന്നതും അവരുടെ സ്വഭാവം വ്യത്യാസപ്പെടുന്നതും ഒക്കെ ധാരാളം ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കത് പലപ്പോഴും അനുഭവമായി എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ജിൻസയോട് ഒരു ചോദ്യം കൂടെ ഞാൻ വരികയാണ്. ഇന്നും ഈ ആത്മാവിൽ നിറയാനും വളരാനും ആത്മാവിൽ ജ്വലിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എപ്രകാരമാണ് ഈ ആത്മാവ് ഇന്ന് ജിൻസിയെ വഴി നടത്തുന്നത്? 30 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു, അല്ലെങ്കിൽ അത്രയും പഴക്കമുള്ള ഒരു ആദ്യ ധ്യാനത്തിന്റെ അനുഭവം ആത്മാവ് ഇടപെട്ടതും ആത്മാവിൽ ജ്വലിച്ചതുമായ ഒരു അനുഭവത്തിൽ നിന്നേക്ക് വരുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഈ ആത്മാവിന്റെ കൂടെയുള്ള ജീവിതം? ഞാനിപ്പോ ആലുവയിൽ വന്നിട്ട് 10 വർഷമായി. ഇപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ധ്യാനത്തിനൊന്നും പോകാനായിട്ട് സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് സാധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരത്തില് എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് ബന്ധങ്ങളുള്ള സഹോദരങ്ങള് പലരും പരിചയമുള്ളവരുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ അവരെ വിളിക്കും, സംസാരിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ വീണ്ടും ഞാൻ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ ശക്തിയിലേക്ക് തിരിച്ചു വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോഴാണ് ഞാൻ മറ്റ് പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് പങ്കുവച്ചിരുന്നു, ജെൻസൺ എന്ന് പറയുന്ന സഹോദരന്റെ കൂടെ ഞാൻ 2-3 പ്രയർ ഗ്രൂപ്പിൽ ഇപ്പൊ പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ ആയിട്ട് കയറുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ മനുഷ്യരുമായിട്ട് കൂടുതൽ സംസാരിച്ചിട്ടൊക്കെ വർഷങ്ങളായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്. പക്ഷെ ഇപ്പൊ ഗ്രൂപ്പിലൂടെയൊക്കെ തന്നെ കർത്താവ് എന്നെ ഒത്തിരിയേറെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ എല്ലാ ഭയമൊക്കെ വിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേർക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു, പറ്റുപോലെയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ. എൻസി പറയുമ്പോൾ ഞാൻ വീട്ടിൽ പോയി കണ്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, വീട്ടിൽ തന്നെയാണ്, വീൽ ചെയറാണ്, മറ്റുള്ള സഹായം വേണം, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അങ്ങനത്തെ തന്നെ വണ്ടി ഓടിക്കുക. അതിനിടയ്ക്ക് അവിടുന്ന് പറഞ്ഞ എല്ലാം
തന്നെ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളെ തന്നെ വണ്ടി ഓടിക്കാൻ ആത്മാവ് പഠിപ്പിച്ചു. വണ്ടി എടുത്തു, തന്നെ ഡ്രൈവ് ചെയ്യുന്നു, ഓൾട്രേഷൻ വരുത്തിയ വാഹനം ഉപയോഗിക്കുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് സന്തത സഹചാരിയായി കൂടെ നിന്ന് സഹായിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ സാധാരണ ഒരു മനുഷ്യന് നിരാശപ്പെട്ടു പോകാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ജിൻസിയുടെ ജീവിതത്തിലുണ്ട്. പല ഒരു എഴുന്നേറ്റ് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ആരും ഇല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ദൂരെയാണ്, ഇടയ്ക്ക് വല്ലപ്പോഴുമാണ് അവർക്ക് വരാനാവുന്നത്. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജിൻസിയുടെ മുഖം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അത് പ്രതീക്ഷയുടെ മുഖമാണ്, പ്രത്യാശയുടെ മുഖമാണ്, ആത്മാവിന്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖം. നമുക്കറിയാം, നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയില്ല. അപ്പൊ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ ചിത്രം മുഖത്ത് നമുക്ക് പ്രതിഫലിക്കും. ഞാൻ സുനിയിലേക്ക് പോകുമ്പോൾ, സുനി, ആത്മാവ് എങ്ങനെയാണ് ഇപ്പോൾ നയിക്കുന്നത്? ഇങ്ങനെ പല മിഷണറിയാണ്, നമ്മൾ ഒരുമിച്ച് മിഷൻ യാത്രകൾ നടത്തിയിട്ടുണ്ട്, അതിന് മുമ്പുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ആത്മാവ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അനുഭവം സുനിക്കുണ്ടാകും. ഏതായാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ പങ്കുവെച്ചാൽ, അത് ഇന്ന് ആത്മാവ് എങ്ങനെയാണ് ഈ കൂടെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ എന്ന് പങ്കുവെച്ചാൽ ഞങ്ങൾക്ക് സഹായമാണ്. പരിശുദ്ധാത്മാവ് കൊണ്ടുകൊടുക്കണത് എന്ന് പറയുന്നത് മിക്കവാറും അടുപ്പിച്ച് കുമ്പസാരിക്കാനും കുടുംബവും ഒത്ത് ദിവ്യബലിക്ക് പോണതൊക്കെ വളരെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തില്. പിന്നെ കൊറോണയുടെ സമയത്താണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച്, കുടുംബം ഒരുമിച്ച് മിഷന് പോകാൻ പറ്റി. ഇപ്പൊ കഴിഞ്ഞ വെക്കേഷൻ ആണെങ്കിലും ഷീചേട്ടനും ഫാമിലിയും അങ്ങനെ കുറെ പേര് കൂടി മിഷന് പോകാൻ പറ്റി. കൊറോണയുടെ സമയത്ത് പോയപ്പോഴാണെങ്കിലും 6ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നു. ആ സമയത്തൊക്കെയും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാനായിട്ട് ഉള്ള ധൈര്യം കിട്ടിയത്. അന്ന് 7 മാസം കഴിഞ്ഞായിരുന്നു ഞങ്ങൾ പോകുമ്പോ. 2 ആഴ്ചക്ക് പോയതാണ്, പക്ഷെ 50 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. പരിശുദ്ധാത്മാവ് കൂടെ ഞങ്ങളെ നയിച്ചത് കൊണ്ട്, ശക്തിപ്പെടുത്തിയത് കൊണ്ട് അത് അവിടെ നിന്ന് ഇവിടെ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു. അപ്പൊ ശക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്. തീർച്ചയായിട്ടും സുനിയുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു അനുഭവം, സുനി അത് പറയാൻ വിട്ടുപോയതായിരിക്കും, ഈ കഴിഞ്ഞ 6 സിസേറിയനാണ്. 7ാമത്തതും അങ്ങനെ തന്നെ ആകുമെന്നാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ വിചാരം. അറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവിന് പല വഴികളുണ്ടാകും. അപ്പൊ ഇത്രയും അങ്ങനത്തെ ഒരു ഇതിനെ സാധാരണ സ്ത്രീകളൊക്കെ പേടിച്ചു പോകാൻ സാധ്യതയുള്ളിടത്ത് അവിടെ ഒരു ധൈര്യത്തോടുകൂടി ആ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്ന ആ വലിയത്, അത് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവ് വരുന്ന ഒരാൾക്ക് അപ്രകാരം ചിന്തിക്കാനായിട്ട് അങ്ങനത്തെ ഒരു ബലം ഉണ്ടാവുകയുള്ളൂ. എലീശ പുണ്യവതിയെ സന്ദർശിച്ച പരിശുദ്ധ അമ്മയെ പോലെയാണ് ഗർഭിണിയായിരിക്കെ മിഷനിൽ യാത്രയാവുക. ഇപ്രാവശ്യവും മിഷനിൽ വെച്ചാണ് 7ാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ കുർബാന, കുമ്പസാരം. അപ്പൊ ഞാന് കാസർഗോഡ് നിന്ന് അങ്കമാലിയിലേക്ക് വന്ന് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതിന് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനാണ്. എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ ഇടവപ്പള്ളിയിൽ കുർബാനയുണ്ട്, അവിടെ പോകാൻ പറ്റില്ല. വൈകുന്നേരം കുറച്ചും കൂടെ അങ്ങ് പോയാൽ വേറൊരു പള്ളിയിലുണ്ട്. ഒരു മാർഗ്ഗമില്ലെങ്കിൽ സമീക്ഷയിൽ പോയി ഞങ്ങളുടെ സുഹൃത്ത് അച്ഛനോട് പറഞ്ഞ് കുർബാനയ്ക്ക് പങ്കെടുക്കും. ആ കുർബാന ആത്മാവിന്റെ വലിയൊരു കൃപയിലേക്ക് വളർത്തുന്നുണ്ട്. പിന്നെ കുടുംബം ഒരുമിച്ച് ഒരാഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ കുഞ്ഞുങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി കുമ്പസാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇവരെല്ലാം അങ്ങനെ തന്നെയാണ്, നന്നായി ഒരുങ്ങി കുമ്പസാരിക്കുന്നത് ഈ ആത്മാവിൽ നിറയാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. അപ്പം നന്നായി പശ്ചാത്തപിച്ചുകൊണ്ട്, ദാഹിച്ച്, ആഗ്രഹിച്ച്, വിശ്വസിച്ച്, വിളിച്ചപേക്ഷിക്കാനും പരസ്പരം കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ കൂടുതൽ ആത്മാവിൽ സജീവമാകാനും ഈ ആഴ്ച ദൈവം നമ്മളെ പ്രത്യേകമായി ഒരുക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവൻ ആത്മാവെ എന്നിൽ സജീവമാകണമേ, എന്നിൽ കത്തിപ്പടരണമേ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവെ, ഉറക്കത്തിൽ പോലും യൗസേ പിതാവിനെ നയിച്ച ആത്മാവെ, സ്ത്രീഹന്മാരെ എല്ലാവരെയും കൈപിടിച്ച് മുന്നോട്ട് നയിച്ച ആത്മാവെ, ഞങ്ങൾക്ക് മുമ്പേ പോയ വിശുദ്ധരെ എല്ലാം കൈപിടിച്ച് മുന്നോട്ട് നയിച്ച ആത്മാവെ, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാഴ്ച. ഈ ആഴ്ച മാത്രമല്ല, എന്നും പ്രത്യേകമായി ഒരാഴ്ച അതിനോട് പരിശീലനത്തിന്റെ കാലം കൂടി ആകട്ടെ. നമുക്ക് ഏതാനും സെക്കൻഡ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കാം. പ്രിയപ്പെട്ടവരെ, നാം ആഗ്രഹിച്ച് വിളിച്ചാൽ അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ സജീവമാക്കും. പുറത്തുനിന്ന് എങ്ങും വരുന്നതല്ല, നാം ആത്മാവിനാലാണ് ജന്മമെടുത്തത്. ഈ ആത്മാവ് തന്നെയാണ് മാമുദീസയിലൂടെ സഭയിൽ നമ്മളെ അംഗമാക്കിയത്. ബാക്കി കൂദാശകളൊക്കെ സ്വീകരിക്കാൻ വേണ്ട കൃപാവരത്തിലേക്ക് നമ്മളെ വളർത്തുന്നത്. സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടു, ഇനി ഒരിക്കലും എടുത്തു മാറ്റപ്പെടാൻ കഴിയാത്ത വിധം. എന്നാൽ നമ്മുടെ പാപകരമായ, വിശുദ്ധിയില്ലാത്ത
ജീവിത മൂലം ഈ ആത്മാവ് ചാരം മൂടിയതുപോലെ ഊർജം ശക്തി കുറഞ്ഞിട്ടുണ്ടാകാം. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കുന്നത്, നല്ല ഒരുങ്ങി കുമ്പസാരിക്കുന്നത്, കരങ്ങൾ വെച്ച് പരസ്പരം ആത്മാവിൽ നിറയാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ ഈ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനാണ്. നമുക്ക് ഈ സമയം തന്നെ ആയിരിക്കുന്നിടങ്ങളിലായിരുന്നു കൊണ്ട് വിശ്വസിച്ച് ആഗ്രഹിച്ച് ദാഹിച്ച് വിളിച്ചപേക്ഷിക്കാം ഈ ആത്മാവ് നമ്മളിൽ സജീവമാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് തീഷ്ണമായി ആഗ്രഹിച്ച് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, 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 ഈ ആഴ്ച മുഴുവൻ ഈ ആത്മാവിൽ ജ്വലിക്കാൻ ഇടയാകട്ടെ. പ്രത്യേകിച്ച് ജെൻസിക്കും സുനിക്കും നന്ദി പറയുന്നു. നിങ്ങൾ വളരുന്ന ആത്മാവ്, നിങ്ങളെ നയിക്കുന്ന ആത്മാവ് കൂടുതൽ നിങ്ങളെ സജീവമാക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ കൂടുതൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ ഇടയാകട്ടെ. താങ്ക് യു. ആമേൻ.